ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് തമിഴ് സീസൺ 8-ൽ നിന്നും എവിക്റ്റ് ആയിരിക്കുന്നത്? ഒരാളാണോ പുറത്തായത്? 2 പേരാണോ പുറത്തായത്? അൺഫെയർ ആണോ? 2 പേര് പുറത്തായി എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. അപ്ഡേറ്റുകൾ പറയാം. എവിക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 9ാമത്തെ ആഴ്ചയിൽ മൊത്തം 12 പേര് നോമിനേഷനിലുണ്ടായിരുന്നു. മഞ്ജരി, ആനന്ദി, റാണവ്, മുത്തു, രഞ്ജിത്ത്, സാചന, റയാൻ, തർഷിക, സത്യ, സൗന്ദര്യ, പവിത്ര, ജാക്ലിൻ. ഇത്രയും പേരാണ് നോമിനേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അറിഞ്ഞത് ഇതിൽ നിന്നും 2 പേര് പുറത്തായെന്നാണ്. ആദ്യം അറിഞ്ഞത് ആനന്ദി ഔട്ടായെന്നാണ്. അത് വൈകുന്നേരം അടുപ്പിച്ചാണ് ഞാൻ അറിഞ്ഞത് ആനന്ദി ഔട്ടായെന്നുള്ളത്. എന്നിട്ട് ഞാൻ ഒരെണ്ണം കൂടി നടക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ രണ്ടാമതായിട്ട് ഇപ്പം ഞാൻ സാചന ഔട്ടായി എന്നും കൂടി അറിയുന്നുണ്ട്. സാചന ഔട്ടായി രണ്ടും കൺഫേംഡ് ആയിട്ട് അറിഞ്ഞത് തന്നെയാണ്. എന്നിരുന്നാലും സാചനയുടെ അടുത്ത് ഒരു ഭയങ്കരമായ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത് മാത്രമല്ല, അത് കാണുന്ന ഏവർക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ചിന്ന കൺഫ്യൂഷൻസ് എല്ലാം ഇറുക്ക്. എന്നാലും ഒരു 99% സാചന ഔട്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും 2 എവിക്ഷൻ നടന്നിരിക്കുന്നു, സാചനയും ആനന്ദിയും. ഇനി ഇത് ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അൺഫെയർ എന്ന് ഇത് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം മഞ്ജരി, ഇപ്പൊ ബാക്കിയുള്ളവരുടെ കേസ് ഞാൻ പറയണം. മഞ്ജരി സേവ് ആയതിൽ പ്രശ്നമില്ല, റാണവ് സേവ് ആയതിൽ ഒരു അതിശയവും ഇല്ല. മുത്തു സേവ് ആവാനുള്ള ആളാണ്, റയാൻ സേവ് ആവാനുള്ള ആളാണ്, സൗന്ദര്യ സേവ് ആവാം, പവിത്ര സേവ് ആവാം, ജാക്ലിനും സേവ് ആവാം. പിന്നെ ബാക്കിയുള്ളത് സത്യ, തർഷിക, സാചന, രഞ്ജിത്ത്, ആനന്ദി. ഇവർ 5 പേരാണ്. ഈ 5 പേരിൽ ആനന്ദി ഒബ്വിയസ്ലി സേവ് ആയിരിക്കണം. കാരണം ആനന്ദി എന്തെല്ലാം കാര്യങ്ങളാണ് വീട്ടിൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? എന്തെല്ലാം ഇപ്പം ഒന്ന് വീക്കാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആനന്ദ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് എന്തുവാടെ അതിനകത്ത് ചെയ്തിട്ടുള്ളത്? ഈ രഞ്ജിത്തിനെയൊക്കെ എന്ത് കണ്ടിട്ട് ആൾക്കാർ പിടിച്ച് നിർത്തിക്കുന്നത് എനിക്കറിയില്ല. രഞ്ജിത്ത്, സാചനയും ഈ കഴിഞ്ഞ ടാസ്കിനകത്ത് എന്തെല്ലാം ചെയ്തു. ലാസ്റ്റ് പോയ വീക്കിൽ എന്തെല്ലാം കുറേ കാര്യങ്ങൾ സാചനയും ചെയ്തു. പക്ഷെ തർഷിക ഈ പ്രേമനാടകവും കളിച്ച് നടന്നു. പ്രേമനാടകത്തിനൊക്കെ വോട്ടുണ്ടല്ലോ. സത്യയും കഴിഞ്ഞ ആഴ്ച ഒരു മികവ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒരു മാറ്റവും സത്യയിൽ വന്നിട്ടില്ല. തുടക്കം എങ്ങനെയാണോ സത്യ അതുപോലെ തന്നെയാണ്. അപ്പം ഔട്ട് ആവണമെങ്കിൽ 2 എവിക്ഷൻ ഫെയർ ആയിട്ട് നടക്കണമെങ്കിൽ സത്യയും രഞ്ജിത്തും ആയിരിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം ഇനി എന്താണെന്നുള്ള കാര്യം. എവിക്ഷനിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് രാത്രി റിവ്യൂ വീഡിയോ ആകുമ്പോൾ പറയാൻ. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ കിടക്കുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് പനിയൊക്കെ പിടിച്ച് ഞാൻ ഇവിടെ ആകെ ഒരുമാതിരി ഡൗൺ ആയിട്ട് കിടക്കുവാണ്. കുറേ പേര് വിളിച്ച് എവിക്ഷൻ അപ്ഡേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ടെന്ന്. എനിക്ക് അത്രയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്ത, ഫോൺ കട്ട് ചെയ്തൊക്കെ വിട്ടുകൊണ്ടിരുന്നത്. അപ്പം 2 പേര് ഔട്ടായെന്നാണ് അറിഞ്ഞത്, ആനന്ദിയും സാചനയും. എനിക്ക് തോന്നുന്നു സാറ്റർഡേ എപ്പിസോഡിൽ ഒരാൾ എവിക്റ്റ് ആവുന്ന കാണിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് നേരത്തെയാണ് എവിക്ഷൻ അപ്ഡേറ്റ് അറിഞ്ഞത്. ആനന്ദിയുടെ കേസൊക്കെ വളരെ നേരത്തെയാണ് അറിഞ്ഞത്. അത് മാത്രമല്ല സാറ്റർഡേ തന്നെ ജാക്ലിനെയും സൗന്ദര്യം സേവ് ആക്കുന്നു എന്നും ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുവരെയും സാറ്റർഡേ സേവ് ആക്കിയിട്ടില്ല ഈ സീസണിൽ. അപ്പോൾ സാറ്റർഡേ സേവ് ആക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സാറ്റർഡേയും ഒരു എവിക്ഷൻ ഉണ്ടാവാം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു എവിക്ഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. 2 പേര് ഔട്ടായെന്ന് അറിയുന്നു, ആനന്ദിയും സാചനയും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം രാത്രി റിവ്യൂ പറയാൻ ഞാനിവിടെ വയ്യാതിരിക്കുകയാണ്. വയ്യാതെ ഓക്കെ, ഒരു അല്പമെങ്കിലും ഇത്രയെങ്കിലും തലപൊക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരേണ്ട. സൗണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുവാണ്. ഇത്തിരിയെങ്കിലും തലപൊക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.